ഹായ് ചങ്ങാതീസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ആണ് കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇടേണ്ടതായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും ക്ലാസ്സൊക്കെ തുടങ്ങി. ഇന്ന് ജൂൺ 2-ാം തീയതിയാണ്. പ്രവേശനോത്സവവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ വീട്ടിലെത്തി കാണും. എനിക്ക് തോന്നുന്നു LKG UKG പിള്ളേർക്കൊക്കെ നെക്സ്റ്റ് വീക്കിലെ ക്ലാസ് തുറക്കുള്ളൂ എന്ന് തോന്നുന്നു. KG അതെല്ലാം 9th സ്റ്റാർട്ടാവുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം പോയത് തൃശ്ശൂർ ശക്തനുള്ള എജ്യൂമാർട്ടിലാണ് കേട്ടോ. അവിടെ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. പക്ഷേ നമ്മുടെ പിള്ളേർക്ക്, എൻ്റെ പിള്ളേർക്ക് അവിടെയുള്ളതൊന്നും വലിയ താല്പര്യമായില്ല. അവിടെ ആമിക്കാണെങ്കിൽ യൂണിക്കോൺ തീമാണ് അവൾ നോക്കുന്നുണ്ടായിരുന്നത്. ഏതാണെന്നുണ്ടെങ്കിൽ സ്പൈഡർമാൻ, ഹൾക്ക് അങ്ങനത്തെ ഒരു തീമാണ് അവനും നോക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഏതത്തിൻ്റെ തീമിലുള്ള സംഭവങ്ങളൊന്നും ബാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ലഞ്ച് ബോക്സ് ഒരെണ്ണം കണ്ടിട്ടുണ്ടായിരുന്നു, അതിനാണെങ്കിൽ ഒടുക്കത്തെ വിലയും. അപ്പോൾ ഞാൻ പറഞ്ഞ അവിടെ വെച്ചോളാൻ. പിന്നെ ആമിയുടേന് യൂണിക്കോൺ ഉണ്ടായിരുന്നു, പക്ഷെ അത് ബാഗ് സൈസ് കുറച്ച് ചെറുതായിരുന്നു. അവൾ 3ാം ക്ലാസ്സിലോട്ടും ആദം അപ്പടു UKGയിലോട്ടും ആണേ. അപ്പോൾ അവൾക്ക് കുറച്ച് വലിയ ബാഗ് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് അവിടെ നിന്ന് ബാഗ് എടുത്തില്ല. പിന്നെ ആസ് യൂഷ്വൽ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, അങ്ങനെ എന്ത് പരിപാടിക്ക് പോവുകയാണെങ്കിലും ആദ്യം തന്നെ ആ ഒരു കൊട്ടയെടുത്തിട്ട് ആരത്തിന് ഞങ്ങൾ അതിനുള്ള അങ്ങോട്ട് കയറ്റിയിരുത്തും. എന്നിട്ട് പിന്നെ ആമീനോട് പറയും ഒന്ന് തള്ളിക്കൊണ്ട് നടന്നോ എന്ന് പറയും. അപ്പോൾ നമുക്ക് കുറച്ച് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ കാണാം കേട്ടോ. ഒരുപാട് കൊട, അതുപോലെ തന്നെ നമുക്ക് റെയിൻ കോട്ടുകൾ, ലഞ്ച് ബോക്സ്, ബാഗുകൾ, ലഞ്ച് ബാഗുകൾ, അങ്ങനെ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ സെക്ഷനിലും ഓരോരോ കളക്ഷൻസായിട്ട് വെച്ചിട്ടുണ്ട്, നല്ല സെറ്റായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കാതിരുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതാണ് പിന്നെ അപ്പുടൂന് പറ്റിയ ബാഗ്. പക്ഷേ അവന് സ്പൈഡർമാൻ അങ്ങനത്തെ എന്തെങ്കിലും തീം വേണമെന്ന് നിർബന്ധം. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ യൂണിക്കോണിൻ്റെ ബാഗുകൾ. ഇതൊക്കെ ചെറിയ ബാഗുകളാണ്. അതുകൊണ്ട് അവിടെ നിന്ന് നമ്മൾ എജ്യൂമാർട്ടിൽ നിന്ന് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേനും ചേച്ചി അനിയനും കൂടി ഈ വണ്ടി തള്ളിയിട്ട് നല്ല കളിയായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ ശല്യമൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ, അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന് കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇത് നമ്മുടെ ക്രാഫ്റ്റിൻ്റെ സെക്ഷനാണ്. ക്രാഫ്റ്റിൻ്റെ സെക്ഷൻ ഇവിടെ ഒരുപാടുണ്ട്. പിന്നെ തൃശ്ശൂർകാർക്ക് എല്ലാവർക്കും അറിയുന്ന നമ്മുടെ ഫേമസ് ആയ ഫെജി എന്ന് പറയുന്ന കടയിൽ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതാ ചേച്ചി അനിയനും കൂടിയിട്ട് ഇവിടെ ഈ എന്താ പറയുക, അതിനെ വണ്ടി തള്ളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിക്കുകയാണ്. അപ്പോൾ ഇടയിലൊക്കെ വന്നിട്ട് ഓരോന്നൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചെക്കൻ താഴെ വീഴുമോ എന്നൊരു ടെൻഷനായിരുന്നു. പക്ഷേ വലിയ സ്പീഡിലല്ലാണ്ട് ആൾ മാനേജ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആമിയും ചെറുതാണല്ലോ, ഇതുകൊണ്ട് അങ്ങനെയൊക്കെ അവർ രണ്ടുപേരും കൂടെ അങ്ങനെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ കുറച്ച് നേരം കളിച്ചു. ഞാൻ പിന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. പിന്നെ എവിടെ പോയി കഴിഞ്ഞാലും ഈ അപ്പുടൂനെ ഒരു തവണയെങ്കിലും കാണാതെ ആവും. അപ്പോൾ പിന്നെ ഞാൻ ഈ വണ്ടിക്കകത്ത് കയറ്റി ഇരുത്തി കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം വരാത്തതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ പിണക്കമാണ് സാറേ നമ്മുടെ മെയിൻ. പിന്നെ കുട്ടികൾക്കുള്ള സ്കൂൾ ബാഗ് മാത്രമല്ല കേട്ടോ, വലിയവർക്കുള്ള ബാഗ്, അതായത് ഓഫീസ് ബാഗുകൾ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ അത്തിപ്പത്തി ഇറങ്ങാൻ നോക്കുമ്പോഴാണ് ഈ സ്പൈഡർമാൻ്റെ ഏകദേശം ലുക്കിലുള്ള ഈ ഒരു വാട്ടർ ബോട്ടിൽ ആദം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഇത് 2 ബില്ലിടാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് നേരം എടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു സാരില്ല, അവിടെ വെച്ചേക്കൂ, നമുക്കെല്ലാം കൂടിയിട്ട് ഒരു കടയിൽ നിന്ന് തന്നെയായിട്ട് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്നും അവിടെ നിന്നൊക്കെ ആയിട്ട് ഞാൻ പെറുക്കി നടക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ വെച്ചേക്കൂ, നമുക്ക് വേറെ ഒരു കടയിൽ പോകാം എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി നിർത്തിയേക്കായിരുന്നു. അപ്പോഴാണ് കേട്ടോ ആമി പോയിട്ട് ഈ ഒരു സാധനത്തിന് എടുത്തുകൊണ്ട് വന്നത്. ഇതിൻ്റെ ഒരു ചെറിയ ഒരു പൂച്ചക്കുട്ടീനെ ഞാൻ ഓൾറെഡി വാങ്ങിച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഒരു മിനി വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ ഞെക്കി കഴിയുമ്പോൾ സൗണ്ട് ഉണ്ടാവും. അപ്പോൾ അപ്പോഴും അതിനെ പിടിച്ച് നിന്നു. നമ്മൾ പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു ഷോപ്പിലോട്ട് പോയിട്ടോ. അവിടെ നമുക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട പോലെയുള്ള എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് കാണിക്കാം, നമുക്ക് ബോറടിക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. എല്ലാ സംഭവങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നേ. ചെറിയൊരു വീഡിയോ ആണ്, ഒന്ന് പോയി കണ്ടിട്ട് വരും. നോക്കിയാതാ നോക്കിയാ വേണ്ട, എങ്ങനത്തെ വേണ്ടേ പറഞ്ഞു കൊടുത്താൻ ചേട്ടന്. എങ്ങനത്തെ ബാഗാ വേണ്ടേ പറഞ്ഞു കൊടുക്ക്. ഏതം ഡാ നോക്കണ്ട, നീ പറയാ, അപ്പം ചേട്ടൻ എടുത്തു തരും. ആരുടെ വേണ്ടേ? ആ ഇത് മതിയാ? ബ്ലൂ വേണ്ട, ബ്ലാക്ക് മതി. ഇത് മതിയോ? പിന്നെ ഏതാ വേണ്ടേ? ഇഷ്ടായ ഒരെണ്ണം ആരംഭിച്ചോ.
ഇഷ്ടമായ? മതിയാ പിന്നെ? അത് മതി. അപ്പൊ അത് രണ്ടെണ്ണം എടുത്തോ കേട്ടോ. അല്ല ചേട്ടാന്ന് വിളിക്കാം. ഇഷ്ടമായ? ആ കുറച്ച് വലുതെടുത്തോ. അവന് ചെറുതുണ്ടാ? അതെ. നീ ഇഷ്ടമായ? മോളിലേക്ക് നിവർത്തിയിട്ട് തുറക്ക. നോക്കട്ടെ ഏതന്നെ നോക്കട്ടെ അമ്മ. ഹാപ്പി ആയ? ഏതം ഇഷ്ടമായ? ഏതം നോക്കിയേതം വേറെ കളറുണ്ട് അത്. ഓ ചാടി കയറിയിരുന്നൂലേ. ആ ബ്ലാക്ക് ഏതും പിജോ അതവിടെ കൊണ്ടുവച്ചേ. ആരാ പറഞ്ഞ? അവന് വേണ്ട ഏയ് ഓക്കെ. രണ്ടും കൂടി ഇട്ടിട്ട് നടന്നേ ഒരുമിച്ച്. ഓ ഗ്ലാമിരിഷ് ഹാപ്പി ചെയ്യാ? വാ പോവാ. പൈസ കൊടുക്കട്ടെ. എല്ലാം ഇഷ്ടമായോ? അപ്പോൾ അങ്ങനെ ബാഗും കൊട്ടയും വട്ടിയും കുടകളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയത് ബുക്സ് വാങ്ങിക്കാനായിരുന്നു കേട്ടോ. ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ ഇവർക്ക് സ്കൂളിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മുനിസിപ്പൽ റോഡിലുള്ള PI കാക്കു എന്ന് പറഞ്ഞ കടയിലാണ് പോയത് കേട്ടോ. ഇവിടെ ഹോൾസെയിൽ റേറ്റിനാണ് എല്ലാ സ്റ്റേഷനറി ഐറ്റംസും കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കാറുള്ളത്. അങ്ങനെ അവിടെ നിന്ന് പെൻസില്, ബോക്സ്, ബുക്സും എല്ലാ സംഭവങ്ങളും ബാക്കി വാങ്ങിക്കാനുണ്ടായിരുന്ന സാധനങ്ങളെല്ലാവരും നമ്മൾ ഈ ഒരു കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. അങ്ങനെ ഫുഡടി പുറത്തുനിന്നൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ 2 പേർക്കും ഇത്തവണ അവരവർക്ക് ഇഷ്ടത്തിനുള്ള സാധനങ്ങൾ തന്നെ കിട്ടിയതുകൊണ്ട് 2 പേരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മാനേജ് ചെയ്യാനും എളുപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ഫോട്ടോഷൂട്ടും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ തമ്പനെയിൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ച എല്ലാ സാധനങ്ങളും ഇങ്ങനെ നിരത്തി പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊക്കെ പുസ്തകം പൊതിയുക അങ്ങനത്തെ കുറച്ച് പരിപാടികളും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം ഫിനിഷ് ചെയ്തു. ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ വീഡിയോ കുറച്ച് നേരത്തെ ഇടേണ്ടതായിരുന്നു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.